ബാക്ക് ഇൻ ബ്ലൂ. ക്വിന്റൻ ഡി കോക്കിന്റെ മുംബൈയിലേക്കുള്ള മടങ്ങിവരവ് വെൽ പ്ലാൻഡ് ആയിരുന്നു. അവസാന ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത 35 താരങ്ങളിൽ ഡി കോക്കിന്റെ പേര് കൂടി തെളിഞ്ഞപ്പോൾ തന്നെ മുംബൈ അയാളോട് രജിസ്റ്റർ ചെയ്യാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്ന് കരക്കമ്പി ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ 2 കോടിയായിരുന്നു ഡി കോക്കിന്റെ അടിസ്ഥാന വിലയെങ്കിൽ ഇക്കുറി രജിസ്റ്റർ ചെയ്യും മുമ്പ് അത് 1 കുറയ്ക്കുന്നു. ഒറ്റ ടീമാണ് ലേലത്തിൽ ഡി കോക്കിനായി രംഗത്തെത്തിയത്, മുംബൈ മാത്രം. ബേസ് പ്രൈസിൽ തന്നെ അയാളെ തൂക്കുന്നു. ലേലത്തിന് വരുമ്പോൾ മുംബൈയുടെ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്നത് 2.75 കോടിയാണ്. അതുകൊണ്ട് തന്നെ ഡി കോക്കിൻ്റെത് ഒരു സ്മാർട്ട് ബൈ ആണെന്ന് പറയേണ്ടി വരും. മുംബൈയും ഡി കോക്കും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത് 2019 2,80,00,000 ടീം അന്ന് താരത്തെ സ്വന്തം തട്ടകത്തിലെത്തിച്ചത്. 2019 2020 ടീമിന്റെ കിരീട നേട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കൻ താരത്തിന് നിർണായക റോളുണ്ട്. രോഹിത് ശർമ്മ ഡി കോക്ക് ഓപ്പണിംഗ് ജോഡി അന്ന് എതിർ ടീമുകൾക്കൊരു പേക്കിനാവായിരുന്നു. 2021 വരെ 3 സീസൺ ഡി കോക്ക് ഫ്രാഞ്ചൈസിക്കായി കളിച്ചു. ആദ്യ സീസണിൽ 529 റൺസാണ് താരം അടിച്ചെടുത്തത്. 2ാം സീസണിൽ 503, 3ാം സീസണിൽ 297, 43 മത്സരങ്ങളിൽ നിന്ന് ആകെ 1329 റൺസ്, 34 ആവറേജ്, 131 സ്ട്രൈക്ക് റേറ്റ്. 6 ഫ്രാഞ്ചൈസികൾക്കായി ഡി കോക്ക് IPL പാരടിഞ്ഞിട്ടുണ്ട്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി ക്യാപിറ്റൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, RCB, ലക്നൗ സൂപ്പർ ജയൻസ്. 115 മത്സരങ്ങളിൽ നിന്ന് 3309 റൺസാണ് IPL ഡി കോക്കിന്റെ പേരിലുള്ളത്. 2 സെഞ്ചുറികളും 24 അർദ്ധ സെഞ്ചുറികളും IPL ഡി കോക്ക് കുറിച്ചിട്ടു. അടുത്തിടെ ഇന്റർനാഷണൽ റിട്ടയർമെന്റ് പിൻവലിച്ച് ദക്ഷിണാഫ്രിക്കൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ഡി കോക്ക് ഇന്ത്യക്കെതിരായ ഏകദിന T20 പരമ്പരകളിൽ ദേശീയ ടീമിനൊപ്പമുണ്ട്. 3ാം ഏകദിനത്തിൽ സെഞ്ചുറി കുറിച്ച താരം T20 പരമ്പരയിലെ 2ാം മത്സരത്തിൽ 46 പന്തിൽ 90 റൺസാണ് അടിച്ചെടുത്തത്. ആ മത്സരത്തിൽ പ്രോട്ടിയാസ് വിജയം കുറിക്കുകയും ചെയ്തു. രോഹിത്തും ഡി കോക്കും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ഓപ്ഷന് ശേഷം ടീം ഉടമ ആകാശ് അംബാനി മനസ്സുറക്കുന്നുണ്ട്. ഡി കോക്കിന്റെ പേരുണ്ടായിരുന്ന എല്ലാ ഓപ്ഷനുകളിലും ഞങ്ങൾ അയാൾക്കായി രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ഓപ്ഷനിൽ കൊൽക്കത്തയോടും ഡി കോക്കിന് വേണ്ടി ഞങ്ങൾ മത്സരിച്ചു. രോഹിത്തും അയാളും തമ്മിൽ ഒരു വലിയ കെമിസ്ട്രിയുണ്ട്. കിരീടമണിഞ്ഞ 2 സീസണുകളിൽ ആ ഓപ്പണിംഗ് പെയർ നൽകിയ സംഭാവന എന്താണെന്ന് അറിയാമല്ലോ. ഡി കോക്കിന്റെ തിരിച്ചുവരവ് വലിയ രീതിയിൽ ടീമിന് ഗുണം ചെയ്യും, ആകാശ് പറഞ്ഞു വെച്ചു. വി വർ ലക്കി എന്നാണ് മഹേല ജയവർദ്ധനെ ഡി കോക്കിന്റെ കംബാക്കിന് ശേഷം പ്രതികരിച്ചത്. ടോപ്പ് ഓർഡറിൽ ടീമിന്റെ ഡെപ്ത് ഡി കോക്കിന്റെ ആഡിങ്ങോടെ വർദ്ധിക്കുമെന്നും ജയവർദ്ധനെ പ്രതികരിച്ചു. 4 അൺക്യാപ്ഡ് താരങ്ങളെയാണ് ബേസ് പ്രൈസിൽ പിന്നീട് മുംബൈ മിനി ഓപ്ഷനിൽ തട്ടകത്തിലെത്തിച്ചത്. ഡാനിഷ് മലേവാർ, മുഹമ്മദ് ഇസ്ഹാർ, അഥർവ അങ്കലേക്കർ, മായങ്ക് റാവത്ത്. 30 ലക്ഷത്തിനാണ് 4 പേരും ടീമിലെത്തിയത്. ഈ 4 യുവതാരങ്ങളെക്കുറിച്ചും ആകാശ് അംബാനി വലിയ പ്രതീക്ഷകളാണ് പങ്കുവച്ചത്. ഡാനിഷ് മലേവാറിനെ മുംബൈ നേരത്തെ നോട്ടമിട്ടിരുന്നു. എന്നാൽ ഈ സീസണിൽ പരിക്ക് കാരണം വൈറ്റ് ബോൾ ടൂർണമെന്റുകളിൽ അധികം കളിക്കാനായിട്ടില്ല. അവന്റെ തിരിച്ചുവരവ് വലിയ സന്തോഷം നൽകുന്നു. ട്രെന്റ് ബോൾട്ടിന് ബാക്കപ്പ് ഓപ്ഷനായി അശ്വനി കുമാറിനൊപ്പം ഇത്തവണ ബിഹാറുകാരൻ ഇസ്ഹാറിനെയും ടീം പരിഗണിക്കുന്നുണ്ട്. അഥർവ ടീമിന്റെ ഒരു ലോങ് പ്ലാനാണ്. 2020 മുതൽ അയാൾ ടീമിന്റെ ഭാഗമായുണ്ട്. മുംബൈയിലെ യങ് ടാലന്റുകൾ ഇനിയും ടീമിനൊപ്പം ചേരും, ആകാശ് പ്രതീക്ഷകൾ പങ്കുവച്ചു. റിട്ടൻഷൻ ലിസ്റ്റ് കൊണ്ടും മിനി ഓപ്ഷന് മുമ്പേ നടത്തിയ ട്രേഡുകൾ കൊണ്ടും ആരാധകർക്കിടയിൽ ഇക്കുറി മുംബൈ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. പോയ സീസണിലെ 17 താരങ്ങളെ ടീം നിലനിർത്തിയപ്പോൾ 8 പേരെയാണ് റിലീസ് ചെയ്തത്. ഷർദുൽ താക്കൂറും റുദർഫോർഡും മായങ്ക് മാർക്കണ്ടയും ഓപ്ഷന് മുമ്പേ വിവിധ ഫ്രാഞ്ചൈസികളുമായുള്ള ട്രേഡുകളിലൂടെ ടീമിലെത്തി. അർജുൻ ടെണ്ടുൽക്കറെ ലക്നൌവിന് നൽകി. മിനി ഓപ്ഷന് തയ്യാറെടുക്കുമ്പോൾ 3 കോടിയിൽ താഴെ മാത്രമാണ് പേഴ്സിൽ ഉണ്ടായിരുന്നത് എങ്കിലും ടീമിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന താരങ്ങളെയൊക്കെ തട്ടകത്തിലെത്തിക്കാനായി. ഇക്കുറി ഏറ്റവും കൂടുതൽ പണം വാരുമെന്ന് നേരത്തെ തന്നെ സകലർക്കും അറിയാവുന്ന ക്യാമറൂൺ ഗ്രീനു വേണ്ടി വരെ ഏറ്റവും കുറവ് പണം പോക്കറ്റിലുള്ള മുംബൈ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് ഗ്രീൻ IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരുന്ന ഓവർസീസ് താരമെന്ന റെക്കോർഡ് സ്വന്തം പേരിൽ കുറിക്കുന്നതാണ് കണ്ടത്. നേരത്തെ മുംബൈയുടെ നീലക്കുപ്പായത്തിൽ ഗ്രീൻ വാങ്കഡയിലുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ 4ാം സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത്. പ്ലേ ഓഫിൽ ഗുജറാത്തിനോട് ജയിച്ചെങ്കിലും പഞ്ചാബിനോട് തോറ്റ് ഫൈനൽ കാണാതെ പുറത്തായി. അതേസമയം 2024 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമിന്റെ കഴിഞ്ഞ സീസണിലെ പ്രകടനത്തിൽ ആരാധകരും മാനേജ്മെന്റും ഒക്കെ തൃപ്തരായിരുന്നു. തുടർ തോൽവികൾക്ക് ശേഷം അതിശയിപ്പിക്കുന്നൊരു കംബാക്ക്, പിന്നെ പ്ലേ ഓഫ് പ്രവേശനം. പ്ലേ ഓഫിലും അവസാന ലാപ്പിലാണ് വീണത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പോയ സീസണിലെ മിക്ക കളിക്കാരെയും നിലനിർത്താൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. IPL ഹിസ്റ്ററിയിലെ ഏറ്റവും സക്സസീവ് ടീമുകളിൽ ഒന്നായ മുംബൈയുടെ ഷെൽഫിൽ 5 കിരീടങ്ങളാണ് ഉള്ളത്. എന്നാൽ 2020 ശേഷം വാങ്കഡെ ഷെൽഫിലേക്ക് ഇതുവരെ കിരീടമെത്തിയിട്ടില്ല. ചിരവൈരികളായി ചെന്നൈ ഈ കാലയളവിൽ 2 തവണ കിരീടം ചൂടി. ഇനിയും ഒരു കാത്തിരിപ്പ് ആരാധകർക്ക് അസഹനീയമാവും. രോഹിത് ശർമ്മയും ക്വിന്റൻ ഡി കോക്കും ചേർന്ന് ഓപ്പൺ ചെയ്യുന്ന 11. 1 ഡൗണായി ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ്, 4ാം സ്ലോട്ടിൽ തിലക് വർമ്മ, 5ാമനായി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, പിന്നെ
നവൻധീറും റുദർഫോർഡും ഷർദുൽ താക്കൂറും. ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബോൾട്ടും നയിക്കുന്ന പേസ് ഡിപ്പാർട്ട്മെന്റ്, വിൽ ജാക്സും റിയാൻ റിക്കിൾട്ടനും കോർബിൻ ബോഷും സാൻഡറും ഒക്കെ അടങ്ങുന്ന ഒരു സ്ക്വാഡിന്റെ ഡെപ്ത് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഹാർദിക് പാണ്ഡ്യയുടെ സംഘം റെഡിയാണ്. 5 വർഷത്തെ കിരീട വരൾച്ച ദൈവത്തിന്റെ പോരാളികൾ അവസാനിപ്പിക്കും. കണ്ടറിയണം.